ഹായ് ഗായ്സ് ഐം ബാക്ക്. സോ വീണ്ടും നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് വന്നേക്കാണ്. സോ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ട് കുറേ പേര് എന്താണ് നല്ലതായിരുന്നു വീഡിയോ എന്നുള്ള കമൻസ് ഒക്കെ നൽകിയായിരുന്നു. സോ അവരോടാണ് ആദ്യത്തെ നന്ദി. താങ്ക് യു വെരി മച്ച്. അതേപോലെ എല്ലാവരും ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാണിക്കുന്ന സ്നേഹത്തിനോട് വളരെയധികം നന്ദി. സോ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് വീണ്ടും ഷൂസ് തന്നെയാണ്. അപ്പോൾ ഷൂസ് മാത്രമേ ഉള്ളൂ എന്നുള്ള ചോദ്യം നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. സോ പക്ഷേ ഇതല്ല. ഈ വീഡിയോ കഴിയുന്നതോടുകൂടി നമ്മൾ വേറെ പല ഐറ്റംസിലേക്കും നമ്മൾ മാറുകയാണ് നമ്മുടെ അൺബോക്സിങ്ങിൽ. സോ ഇന്ന് നമ്മൾ വീണ്ടും ഒരു ഷൂസ് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താ നമുക്ക് നോക്കണ്ടേ? ഇതാണ് സാധനം. വേറൊന്നുമല്ല, നൈക്കിൻ്റെ ഷൂസ്. വീണ്ടും നൈക്ക് മാത്രമേ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നൈക്കിൽ നിന്നാണ് എനിക്ക് കുറച്ചധികം ഇഷ്ടപ്പെട്ട മോഡലുകൾ ഇപ്രാവശ്യം വന്നത്. അതുകൊണ്ടാണ് നൈക്കിൻ്റെ ഷൂസ് തന്നെ വാങ്ങിയത്. അപ്പോൾ സാധനം ഇതാണ്. ഇതാണ് ബോക്സ്. അത്യാവശ്യം നല്ല യമണ്ടൻ ബോക്സിലാണ് വന്നേക്കുന്നത്. മൂവ് 0. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് അതിൻ്റെ പിന്നുള്ള കാര്യം കാർബൺ എമിഷൻ കൺട്രോൾ ചെയ്യാനുള്ള നമുക്ക് എല്ലാ ഡീറ്റെയിൽസും കാണാൻ പറ്റും. ഭയങ്കര വലിയൊരു ബോക്സിലാണ് വന്നേക്കുന്നത്. കുറേ ഡീറ്റെയിൽസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അവരുടെ കാർബൺ എമിഷൻ്റെ പറ്റിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞേ, നമുക്ക് അൺബോക്സ് ചെയ്യാനായിട്ട് കത്തിയിടൊന്നും ഒരു ആവശ്യമില്ല. നൈക്കിൻ്റെ ബോക്സ് ആണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. അവിടെ പോയി സ്ട്രാപ്പ് അവിടെ പോയി കാണുന്നില്ലല്ലോ. ഇവിടെ ഉണ്ട് സാധനമുണ്ട്. അപ്പോൾ ഇതിങ്ങനെ നമുക്കിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വലിച്ചങ്ങോട്ട് കീറിയാൽ മതി. അപ്പോൾ അതോടുകൂടി നമുക്ക് ഇത് അൺബോക്സ് ചെയ്ത് തുടങ്ങാം. സോ ഇത് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പിടിക്കുക. അതെ, സ്ട്രാപ്പ് ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ വലിച്ചെടുക്കുക. കഴിഞ്ഞ് സിമ്പിൾ പരിപാടി. ദാറ്റ്സ് എ സിമ്പിളസ്റ്റ് വേസ് ഓഫ് അൺബോക്സിങ്. ബോക്സ് ഇങ്ങനെ തുറക്കുക. നമുക്ക് കാണാൻ പറ്റും ഒരു ഡിഫറെൻറ്റ് കളറാണ് ഇതിൻ്റെ പെട്ടിക്ക്. നോർമലി വന്നതിനൊക്കെ എപ്പോഴും നൈക്കിൻ്റെ ഓരോ ഇതിന് എഡിഷനൊക്കെ ഡിഫറെൻറ്റ് ബോക്സസ് ആണ്. അല്ല, ഇതാണ് സാധനം. വലിയ ബോക്സാണ്. ഈ ലൈക്ക് സൈസ് നോക്കി ഇതിൻ്റെ ഒരു രക്ഷയില്ല. നൈക്കിൻ്റെ എയർ ബോക്സിൽ എഴുതിയിരിക്കുന്നത് ഇറ്റ്സ് ഹാർഡ് ടു സ്റ്റെപ്പ് ഓൺ ഇറ്റ്. സോ ഇതാണ് സംഭവം. വലിയ ജമണ്ടൻ ബോക്സാണ്. ഷൂസ് ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. വേറൊന്നല്ല, നൈക്ക് എക്സ് ബില്ലി ഐലിഷ് ഹൈ O7. അതായത് ഡീറ്റെയിൽസ് ബില്ലി ഐലിഷിനെ ഇൻസ്പയർ ചെയ്തിട്ട്, ബില്ലി ഐലിഷ് ഇൻസ്പയർ അല്ല, ബില്ലി ഐലിഷായിട്ട് കൊളാബ് ചെയ്തിട്ട് നൈക്ക് ചെയ്ത ഷൂസാണ്. എയർഫോഴ്സ്, സോറി അത് പറയാൻ നൈക്കി ബില്ലി ഐലിഷ് എയർഫോഴ്സ് 1 ഹൈ O7 അതാണ് മോഡലിൻ്റെ പേര്. സോ എയർഫോഴ്സ് 1 ആണ് സംഭവം. അതിൻ്റെ ഹൈ ഇത് വന്നത് ഞാൻ കാണിച്ചു തരാതെ. കണ്ട തുറന്നിട്ട് നിങ്ങൾക്ക് കാണുന്ന രീതിക്ക് നല്ല അടിപൊളി പാക്കിങ്ങിലൊക്കെയാണ് വന്നേക്കുന്നത്. പാക്കിങ് കുറേ ഉണ്ട്, കുറേ പാക്കിങ് ഉണ്ട്. ഇത്ര പാക്കിങ് എന്താ, ഇതാണ് സാധനം. കുറേ നാൾ ആയി ഞാൻ ഇതിൻ്റെ പുറകെ നടക്കുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ബില്ലി ഐലിഷിൻ്റെ ഫാനാണ്. ഞാൻ ബില്ലി ഐലിഷിൻ്റെ ഫാനൊന്നുമല്ല. സോ ബേസിക്കലി എനിക്ക് ഷൂസും ഈ കളറും, ബേസിക്കലി എനിക്ക് ആ ഒരു മോഡലിൻ്റെ ഡിസൈനും കാര്യങ്ങളും വെച്ചിട്ടാണ്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. എയർഫോഴ്സ് 1 ഹൈ എൻഡ്, ലൈക്ക് ഹൈ ആംഗിൾ മോഡൽ അതാണ് അത്. സോ അത് പേരെങ്ങനെയാണ്, ബില്ലി ഐലിഷ് എക്സ് എയർഫോഴ്സ് 1 ഹൈ. എയർഫോഴ്സ് 1 അല്ല, അങ്ങനെ എന്തോ കറക്റ്റ് ഓർമ്മയില്ല. ഒന്നുകൂടെ നോക്കാം. ബില്ലി ഐലിഷ്, നൈക്കിൻ്റെ ബില്ലി ഐലിഷ് എയർഫോഴ്സ് 1 ഹൈ O7. സോ O7 എന്താണെന്നുള്ളത് ചിലപ്പോൾ മിക്കവർക്കും അറിയാൻ പറ്റും. ഞാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. വേറെ ഒന്നുമല്ല, O7 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൈക്ക് 2007 അവരുടെ എയർഫോഴ്സ് ഒന്ന് റീഡിസൈൻ ചെയ്ത് ഇറക്കിയത്. അതുകൊണ്ട് ഈ ഒരു എയർഫോഴ്സ് 1 ഡിസൈൻസിനെല്ലാം അവർ O7 എന്നുള്ള ഒരു ഇത് ആഡ് ചെയ്ത് കൊടുക്കും മോഡലിനുള്ള. സോ ഇതാണ് സാധനം. 2 പെയർ കൊടുക്കാം. പെട്ടി ഒരു രക്ഷയില്ല കേട്ടോ. വെറുതെ യമണ്ടൻ പെട്ടി. ഞാൻ ഇതുവരെ വാങ്ങിയതിൽ എനിക്ക് ഏറ്റവും വലിയ പെട്ടി വന്നേക്കണ ബോക്സ് ഇതിനാണ്. ഒരു രക്ഷയില്ല. അന്യായ വലിപ്പം ഒക്കെ ഉണ്ട്. ഇതാണ് സാധനം. കാണിച്ച മോശമല്ല, കഴിഞ്ഞ വീഡിയോയിൽ തിരിഞ്ഞു പോയായിരുന്നു. ഇതാണ് സാധനം. നൈസ് ഐറ്റമാണ്. ഇങ്ങനെ കാണിച്ചാലൊക്കെ സ്വേഡ് ഫിനിഷാണ് വന്നത് ഇതിന്. അതായത് നല്ല സ്വേഡ് ഫിനിഷിങ്ങിലാണ് വന്നത്. സ്ട്രാപ്പും വന്നുണ്ട്. അത് കൂടാണ്ട് ലേസ്ഡ് മോഡലുമാണ്. സോ ബില്ലി ഐലിഷ് അവരുടെ പല കൺസേർട്സിലൊക്കെ എന്താണ് ഈ ഷൂസ് ഇടാറുണ്ട്. മിക്കപ്പോഴും തന്നെ ഇടണം. ഇതിൻ്റെ വേറൊരു കളറും കൂടെ ഉണ്ട്, ഒരു ബേജ് കളറും കൂടെ ഉണ്ട്. പക്ഷേ എനിക്ക് ഈ കളറാണ് ഇഷ്ടപ്പെട്ട്. ബേജും അടിപൊളി തന്നെയാണ്. സോ നല്ലൊരു ഓഫറിൽ കിട്ടിയപ്പോൾ നമ്മൾ സെയിം പരിപാടി ക്ലർണ ത്രൂ ആണ് വാങ്ങിയത്. ഞാൻ പറയില്ലേ, പഴയ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ ആ വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, അതെന്തായാലും കാണുക. സോ ക്ലർണ ത്രൂ ആണ് വാങ്ങിയത്. ഇതാണ് സാധനം.
ഇത് കുറച്ച് നാളായി ഇതിങ്ങനെ മനസ്സിൽ കിടന്ന് കളിക്കണം. ലാസ്റ്റ് സൈസ് ഔട്ടായി തീരും എന്നുള്ളൊരവസ്ഥയിൽ വന്നപ്പോൾ ഞാൻ വാങ്ങി. എന്താണ് സോ ഇതാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ അൺബോക്സ് ചെയ്യാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഷൂസ് ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ അതും രേഖപ്പെടുത്തുക, ഉള്ളവരുണ്ടെങ്കിൽ അതും പറയാം. സോ ഇതാണ് നമുക്ക് ഇന്ന് അൺബോക്സ് ചെയ്യാനുള്ളത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് മോഹൻ.